കർക്കിടക മാസം ആരംഭിച്ചാൽ എല്ലാ ദിവസവും ആധ്യാത്മരാമായണം വായിക്കുന്നത് മലയാളികളുടെ ഒരു നല്ല ശീലമാണ്. ഈ ശീലം നമുക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ. കർക്കിടക മാസങ്ങൾ പൊതുവേ ദാരിദ്ര്യമാസം എന്നാണ് അക്കാലങ്ങളിൽ പറയുന്നത്. കാലങ്ങളിൽ ഗവൺമെൻറ് ജോലികളൊക്കെ കുറവാണ്. പഴയ കാലങ്ങൾ കൂലിവേലകളില്ല, മറ്റു പണികളില്ല, മഴയും വെള്ളപ്പൊക്കവും. ഇപ്പോൾ കൂടുതലും ദാരിദ്ര്യം ആയതുകൊണ്ട് കർക്കിടകം 10 കഴിഞ്ഞാൽ എത്ര മക്കളുണ്ടെന്ന് പറയാമെന്ന് എൻ്റെ അമ്മ പറയാറുണ്ട്, എന്നെ പ്രസവിച്ചമ്മ. കാരണം അന്ന് ബാലമരണം ഒത്തിരി ഉണ്ടായ കാലമാണ്. ഈ പകർച്ചവ്യാധികളുണ്ടായിട്ടും കോളറ വന്നും ബാലമരണങ്ങളുണ്ടാകും. ആ കർക്കിടകത്തിലുണ്ടാകുന്ന കഷ്ടങ്ങൾ കുറയ്ക്കാനായി ഈശ്വരനോട് ഒന്നുകൂടി മുറുകെ പിടിക്കുന്ന സമയമാണ്. ഭക്തിയോടുകൂടി എല്ലാവരെയും രക്ഷിക്കണേ. സാധാരണക്കാർക്കതല്ലേ ഉള്ളൂ ശരണാഗതിയായിട്ട് പിടിക്കുക. കർക്കിടകത്തിലെ ഈ കെടുതികൾ കുറയ്ക്കാനാണ് രാമായണം വായിക്കാറുള്ളത്. ദാരിദ്ര്യം, കലഹം, ദുഃഖം തുടങ്ങിയ കുടുംബ പ്രശ്നങ്ങളും വ്യക്തി പ്രശ്നങ്ങളും പരിഹരിക്കാൻ രാമായണം സഹായിക്കുന്നതാണ്. നമ്മുടെ ഈ ഓർമ്മയിൽ തന്നെയും നമ്മുടെ അച്ഛന്മാർ സഹോദരന്മാർ തമ്മിലുള്ള കീഴ്വഴക്കം, മൂത്തവർ പറഞ്ഞാൽ അനുസരിക്കുക, ഇത് വിട്ടുകൊടുക്കുക. വഴക്കിടുമ്പോൾ രാമായണത്തിലെ കഥാപാത്രം എടുത്താണ് ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഓർത്തിട്ട് അങ്ങനെ പറഞ്ഞൊക്കെ പരിഹരിക്കുന്നത്. പുണ്യം കൂടാനും വർദ്ധിക്കാനും പാവം ക്ഷയിക്കാനുമാണ് രാമായണം വായിക്കുന്നത്. അങ്ങനെയും ചിന്താഗതിയുണ്ട്. എന്നാൽ ഏറ്റവും ഉത്തമമായ രാമായണ പാരായണം ചെയ്യുന്നത് ശുദ്ധമായ ഭക്തിക്ക് വേണ്ടിയും ഈശ്വരപ്രേമത്തിനും വേണ്ടി മാത്രമുള്ള വായനയാണ്. ആ ഭക്തി പൂർണ്ണ ശരണാഗതി വരാനും ഉള്ളൊരു ഭാവം ഒന്ന് ആ തത്വങ്ങൾ മനസ്സിലാക്കിയൊരു വായിക്കുന്നത്, അതിനെ ശ്രവണമന നിത്യാസനം ചെയ്ത് അനുസരിച്ച് സാധന ചെയ്ത് പോകുന്നവരുണ്ട്. അവരുടെ അടുത്ത് ഒരു ബിസിനസ്സുകാരനുണ്ട്. അയാൾ ബിസിനസ്സിന് വേണ്ടി പോകുമ്പം ഓരോ ഗുഹയിൽ ഒരാൾ തപസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ ഭക്ഷണമൊക്കെ എവിടെ നിന്ന് കിട്ടുമെന്നുള്ള വിഷമായി ഇയാൾക്ക്. അപ്പോൾ ഒരു അലുവ് തോന്നി. 10 രൂപ മുമ്പിലിട്ടിട്ടും പോയി. അപ്പോൾ അയാളുടെ ബിസിനസ് വിജയം കിട്ടി. പിന്നെ പോകുമ്പോൾ 10 രൂപ ഇട്ടിട്ട് പോകും. ദൈവം വലിയ പണക്കാരനായി. ഒരു ദിവസം ഈ പണക്കാരൻ ചെന്ന് ഈ തപസ് ചെയ്യുന്ന ആളോട് പറഞ്ഞ്, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഞാനിപ്പോൾ വലിയ പണക്കാരനായി. അപ്പോൾ ഈ ഭക്തൻ പറഞ്ഞു, എന്നേക്കാൾ 1000 മടങ്ങ് തപസ് ചെയ്യുന്ന എൻ്റെ ഗുരുവുണ്ട്, ഇത് അപ്പുറത്താണ്. ഞാൻ അത്ര വലിയ ഭക്തനൊന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പണക്കാരൻ ചിന്തിച്ച്, ഈ സാധാരണ ഇച്ചിരി ധ്യാനം കുറച്ച് ചെയ്ത ഒരാൾക്ക് 10 രൂപ ഇട്ടപ്പോൾ ഇത്ര ഞാൻ പണക്കാരനായി. അപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ടു കഴിഞ്ഞാൽ ഇതിൽ എത്രയോ ഇരട്ടി എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മളുടെ 1000 മടങ്ങ് തപസ് ചെയ്ത ആളുടെ പോയി ഇദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ അവിടെയും കൊണ്ടുവന്ന് പൈസ ഇട്ടു. അങ്ങനെ പൈസ ഇട്ട് പോകുമ്പം പിന്നെ അത്ര വിജയം കാണുന്നില്ല ബിസിനസ്സിൽ. കുറച്ച് പെട്ടെന്ന് നഷ്ടങ്ങൾ വന്നു. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്നു. അപ്പം വീണ്ടും വന്ന് ഈ സാധകനോട് പറഞ്ഞു, അങ്ങക്ക് 10 രൂപ ഇട്ട് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വിജയിച്ച് അങ്ങ് എത്തി. അങ്ങ് പറഞ്ഞ് അങ്ങയുടെ 1000 മടങ്ങ് ശക്തിയുള്ള ആളാണ് അദ്ദേഹം. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് കൊണ്ട് പൈസ ഇട്ട് ബിസിനസ് ചെയ്യും. പക്ഷെ അത്ര വിജയിച്ചില്ല, കുറേ നഷ്ടത്തിലും വന്നു. അപ്പോൾ ഈ ഭക്തൻ പറഞ്ഞു, അങ്ങ് എന്നെ കണ്ടപ്പോൾ ഞാനൊന്നും കഴിച്ചില്ലല്ലോ, ഒന്നും പോകാറില്ലല്ലോ, ഭക്ഷണത്തിന് അവിടെ നിന്ന് പൈസ കിട്ടും, കഷ്ടമേ എന്ന് അലൂവ് തോന്നിയാണ് എനിക്ക് 10 രൂപ ഇട്ടത്. അലൂവ് തോന്നി, ആ കാരുണ്യം കൊണ്ട് ഇട്ടതാണ്. എൻ്റെ 1000 മടങ്ങ് ശക്തിയുള്ള ഗുരുവിനോട് പൈസ ഇട്ടത് എനിക്കിട്ടപ്പോൾ ഇത്രയും കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇട്ട് കൊടുത്താൽ എനിക്ക് അതിനേക്കാൾ പണം ഉണ്ടാക്കാനുള്ള പണത്തിനോടുള്ള ആഗ്രഹം കൊണ്ടാണ് കൊണ്ടുപോയി ഇവിടെ പൈസ ഇട്ടത്. ഈ ആഗ്രഹം കൊണ്ട് ഇട്ടത് കൊണ്ടാണ് നിങ്ങൾക്ക് അതിൽ വിജയമില്ല, ജയിക്കാൻ സാധിക്കാൻ. പൈസ കൊടുത്തത് കാരുണ്യം കൊണ്ടല്ല, കൂടുതൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പം അത് കാരുണ്യമല്ല, പ്രേമമല്ല, ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി കൊടുക്കാൻ. അപ്പോൾ നേരത്തെ ആ കാരുണ്യം കൊണ്ട് ഇതിപ്പോൾ കൃപ കിട്ടി, വിജയിച്ചു. ആഗ്രഹം വന്നപ്പോൾ കൃപയ്ക്ക് തടസ്സം വന്നു, കൃപ പോയി എന്നുള്ളതാണ് നമ്മളിതൊന്ന് മനസ്സിലാക്കേണ്ടത്.